Let's start. MCR. Let your style do the talking. MCR. ചേട്ടാ ഒരു മിഠായി പച്ച മതിയേ. വേഗം ചെല്ല്, സ്കൂളിൽ പോണ്ടേ. ചേട്ടാ ഒരു ബുക്ക്. ബുക്ക് പറയട്ടതല്ലേ? ആ ആ ആ വേറെന്താണ്? ഒരു ബ്രൗൺ പേപ്പറും കൂടി. ചേട്ടാ ഇതൊന്ന് പൊതിഞ്ഞു തരുമോ? ആ കൊള്ളാം. ചേട്ടാ ഒരു സെല്ലോ ഗ്രൂപ്പർ. ഏതാടാ, ബ്ലാക്കാ നീലേ? ബ്ലാക്ക് ബ്ലാക്ക്. തരാവേ. ഇത് മഞ്ഞയാണല്ലേ, എനിക്ക് കറുപ്പ് തന്നെ വേണം. ചേട്ടാ ഒരു മെൻഡോസ്. എത്ര? രണ്ടെണ്ണം. രണ്ടെണ്ണം. പൈസ ഉണ്ട്. എനിക്ക് വേണം വേണം. എനിക്ക് വേണം. എന്തേലും തല്ലുപിടിക്കാൻ കൂടി പോകാം. അമ്മേ, ഓ മരുന്ന് മേടിച്ചു വെച്ച സമയത്തും കാലത്തും കഴിക്കില്ല. അമ്മേ, എന്നാ ഈ ചൂടുവെള്ളം കുടിക്കേ. ഈ ഇടയായിട്ട് ചുമ ഭയങ്കര കൂടുതലാ. നമുക്ക് ആശുപത്രി പോകണ്ടേ? അതൊന്നും വേണ്ട. ഓ നീ പൊക്കോ. അതെ, എനിക്കാണെങ്കിൽ കൈവേദന, നിങ്ങൾക്കാണെങ്കിൽ ചുമ. സ്കൂൾ തുറക്കാൻ സമയമായി, കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? എനിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വയ്യെങ്കിൽ അവിടെ കിടന്നോ, ഞാൻ പോയിട്ട് വരാം. അത് വേണ്ട, നീ പോയാൽ ശരിയാവത്തില്ല. 10,000 രൂപ കൊടുക്കാനുമുണ്ട്. ഞാൻ തന്നെ പോകാം. അതെ, പറ്റുബുക്ക് എടുത്തായിരുന്നോ? ആ
ഉണ്ടോ നമ്മുടെ ഈ അച്ചായൻ്റെ സൗജന്യ പരിപാടിക്ക്? പുസ്തകം മാത്രമേ ഉള്ളോ അതോ നമുക്കൊരു കുപ്പിയും കൂടെ ഉണ്ടോ? ഇവിടെ റേഷൻ കിട്ടുന്നില്ല, പിന്നെ ആ കുപ്പി അടിക്കാളല്ലേ ടച്ച് എൻ്റെ വക ഫ്രീ. എന്നാ പൊളിക്കും. ആഹാ, എന്നാ ബാക്കി ഗ്ലാസ് ഞാനിട്ട്. വെള്ളം എൻ്റെ വക. വെള്ളം അല്ലടാ, എന്നാ വെള്ളം ഉപ്പം മേടിക്കും. അല്ല, ഉപ്പം മേടിക്കാതിരിക്കില്ലല്ലോ. വെള്ളമില്ലാതെ അടിക്കും നിങ്ങള്. നീ അത് റെഡിയായില്ലേ? അവിടെ പരിപാടി ഇത്ര നേരം അറിയോ? ഇയാളൊന്ന് പോടാവേ. അയ്യോ മോഞ്ചേട്ടാ എന്നിട്ട് സജി ചേട്ടാ അടുത്ത ആരാ? ഹലോ ചായ. അയ്യോ ഇറങ്ങി 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 ഞങ്ങൾ എല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ പറയാം. പിന്നെ ഇങ്ങനല്ലേ കറങ്ങി വരുന്നേ? നിന്നോടൊക്കെ അല്ലടാ ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നു നീ പോയി ഫ്ലാഗ് എടുത്ത് നീ പോയി ഹലോ ഞങ്ങൾ ഇറങ്ങി ചായ. ഇറങ്ങി 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 നടക്കടാ, നല്ലതാടാ. നോട്ട്ബുക്ക് വരയിട്ടത് 10, വരയിടാത്തത് 10, ക്രയോൺസ് ഒരു പാക്കറ്റ്, മാർക്കർ 10, ഇൻസ്ട്രുമെന്റ് ബോക്സ് 2, നടരാജൻ പെൻസിൽ 10, A4 ബുക്ക് 20. ഇതേ ഉള്ളൂ. ഇപ്പൊ കുറെ ആയല്ലോ ശ്രീരാ. അടുത്താഴ്ച സ്കൂൾ തുറക്കല്ലേ, പിന്നെ കടയിലെ സ്ഥിതിയൊക്കെ അറിയാലോ. ആ ബുക്കിംഗ് എടുത്തേ, ഞാൻ മേടിച്ചടാ. ഇപ്പൊ പഴയ പറ്റുകളെ കൂട്ടി 5672 രൂപ ആയി. അടുത്ത ആഴ്ച എത്തിക്കണം കേട്ടോ. ഇതാരോ സുശാന്തോ? എന്നാണ്ടാ പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ടോ? എന്താ നിന്റെ ബർത്ത്ഡേയാ? എന്റെ പിറന്നാളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞില്ല? എന്തോന്ന്? ഞങ്ങളുടെ ക്ലബ്ബും നമ്മുടെ ജോണച്ചാനങ്ങളെ ചേർന്ന് നാട്ടിലെ സകല കുഞ്ഞുങ്ങൾക്കും ബുക്ക്, പേന, പെൻസില്, കുറച്ചടക്കങ്ങളെ സകല മനസാധനങ്ങളും സൗജന്യമാണ്. ഏത് ജോണച്ചാൻ? ജോണച്ചാൻ എടുത്തില്ലേ? നമ്മുടെ കുരിശികളെ ജോണച്ചാൻ ജർമ്മനിലൊക്കെ പോയെ. ഓ, നമ്മുടെ തള്ളി ജോൺ. ചേട്ടൻ മോട്ടായി പാക്കറ്റ് എടുത്തേ. സന്തോഷേ, ഒരു പാക്കറ്റ് മിഠായി. ഓ, സംഗതിയൊക്കെ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ നാട്ടിലുള്ള പിള്ളേർക്ക് മുഴുവൻ ഇങ്ങനെ സൗജന്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിയാലേ ഇവിടുത്തെ സാധാരണക്കാരായ കച്ചവടക്കാർ എന്ത് ചെയ്യൂടാവേ? കുഞ്ഞുങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷെ സ്കൂൾ തുറക്കുന്നതും കാലത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്ന കുറച്ച് പാവപ്പെട്ട കച്ചവടക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അപ്പം അതാണ് ഈ നാടിനൊരു നല്ല ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നാട് നന്നാവില്ല ബൈ. ദേ ആയിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ പരിപാടി കഴിയുന്നതോടെ അച്ഛൻ്റെ കംപ്ലീറ്റ് ഇമേജ് മാറും. അങ്ങനെ ആയാൽ മതി. പിന്നെ എൻ്റെ അച്ഛൻ നമ്മൾ കേളിക്കൊടുത്ത പിള്ളേരല്ലേ, അവർ വന്നല്ലോ. ഇറങ്ങി വാ ചായ. അതെ, രണ്ടും നിപ്പുണ്ടല്ലോ. എടാ പോടാ. ചായ നമസ്കാരം. എടാ വന്നേ വന്നേ വന്നേ. വാ വാ വാ. എല്ലാരും പെട്ടെന്ന് ആട്ടെ. അച്ചായേ, എന്തൊക്കെയുണ്ട്? എടാ ചെല്ല് ചെല്ല് ചെല്ല്. എടാ പെട്ടെന്ന് കേട്ടിക്കടാ, കേട്ടിവിട്ടെ. കൂടി വന്നിട്ടില്ല. ഈ പെട്ടി എൻ്റെ മാറ്റി വെച്ചേക്കണേ. എടാ എല്ലാം റെഡിയല്ലേടാ? അച്ചായൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം റെഡിയാ. നാട്ടിലുള്ള സകല വീട്ടിൽ ചെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ കേൾക്കാത്തൊരു വില ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യം പറയാം. അതിനെടാ മോനെ, ആള് കൂടത്തില്ലേ? അങ്ങനെയല്ല അച്ഛാ ഞാൻ പറഞ്ഞത്. അഥവാ ഇനി ആരെങ്കിലും കേൾക്കാത്തവരോ അറിയാത്തവരോ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീടുകളിൽ ചെന്ന് കാര്യം പറയാം. അതൊക്കെ നീ അങ്ങ് കേട്ടാ അങ്ങോട്ട്. നീ ആ പ്രസംഗിക്കുന്ന സമയത്തേ അച്ചായനെ ഒന്ന് പോക്കി അങ്ങ് പറഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ഏറ്റു കാര്യങ്ങളാണ്.
അതൊക്കെ സെറ്റാക്കാടാ. ആ ഓക്കെ പെട്ടെന്ന് ഇരിക്കടാ. ശ്രദ്ധിക്കുക, വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും കമ്മിറ്റി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങൾ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി ഓഫീസിൽ വന്ന് ഒപ്പിടുകയും വേണം. ഞീഴൂർ LP സ്കൂൾ 1ാം ക്ലാസ് A ഡിവിഷൻ വിദ്യാർത്ഥികൾക്കായിരിക്കും ആദ്യം വിതരണം ആരംഭിക്കുന്നത്. പുസ്തകങ്ങൾ വാങ്ങുവാനുള്ള കുട്ടികൾ മാത്രം മുന്നോട്ട് വരിക. കൂടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ ദയവായി സൈഡിലേക്ക് മാറി നിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൃത്യം 5 മണിക്ക് തന്നെ പഠനോപകരണങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ്. റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ എല്ലാം ദയവായി സൈഡിലേക്ക് ഒതുക്കി പാർക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.